നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമൻറ്റുകളൊക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞൊരു വീഡിയോ ആണ്, നമ്മുടെ ഈ ബ്യൂട്ടി പാർലറിൽ പോകാമോ, പിരികം പ്ലക്ക് ചെയ്യാമോ, ലിപ്സ്റ്റിക്ക് തേക്കാമോ എന്നൊക്കെ ഒരു വിശാലമായൊരു വീഡിയോ, ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഒരു വലിയ വീഡിയോ നമ്മൾ ഇറക്കിയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില സംശയങ്ങളാണ്, വെപ്പ് മുടി വെക്കാമോ, ഈ വെപ്പ് മുടി വിഗ് എന്ന് പറയില്ലേ, അത് വെക്കാമോ? പിന്നെ ഈ ക്യാൻസർ രോഗികളായ ആളുകൾക്ക് മുടി നമുക്ക് ദാനം ചെയ്യാം, ഡൊണേഷൻ ചെയ്യാമോ, ദാനം കൊടുക്കാമോ? പിന്നെ ഈ തലയിൽ കറുപ്പ് നിറം തേക്കാൻ പാടില്ല അല്ലേ, തലയിൽ കറുപ്പ് നിറം തേക്കാൻ പാടില്ല, അത് നമുക്കറിയാം. മുടി കറുപ്പിക്കാൻ പാടില്ലെന്നറിയാം. പക്ഷെ ഇപ്പോൾ കറുപ്പിക്കൽ മാറിയിട്ട് ഇപ്പം ചുവപ്പ്, മഞ്ഞ, പച്ച, അതുപോലെ തന്നെ നീല, വയലറ്റ്, പല കളറുകളാണ് ഇപ്പോൾ മുടിക്ക് കൊടുക്കാറുള്ളത് യുവാക്കളും യുവതികളും. അതൊക്കെ ഇസ്ലാമിൽ എന്താണ് പറയുന്നത്? അങ്ങനെയൊക്കെ മുടിക്ക് നിറം ചേർക്കാൻ പറ്റുമോ? പിന്നെ ഈ ആർത്തവകാരി എത്ര പറഞ്ഞാലും തീരാത്ത ഒരു വസ്വാസിൻ്റെ മസലയാണ്, ആർത്തവ സമയത്ത് കൊഴിഞ്ഞു പോകുന്ന മുടി എന്ത് ചെയ്യും? അത് ഞങ്ങൾ സൂക്ഷിച്ച് വെച്ച് വലിയ കുളി കുളിക്കുമ്പോൾ ഒന്നിച്ച് കഴുകിയിട്ട് കുഴിച്ചിടണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കൃത്യമായ ഉത്തരം എന്താണ് എന്നൊക്കെ വിശദമായി ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. നിങ്ങൾ അവസാനം വരെ കാണുക, ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ഒരുപാട് പേര് ചോദിച്ചു പിരികം പ്ലക്ക് ചെയ്യാമോ, ലിപ്സ്റ്റിക്ക് തേക്കാമോ? അതിൻ്റെയൊക്കെ ഉത്തരമുണ്ട്, കൃത്യമായി നമ്മൾ പറയുന്നുണ്ട്. ആർക്കാണ് തേക്കാൻ പാടില്ലാത്തത്, ആർക്കാണ് പിരികം പ്ലക്ക് ചെയ്യാൻ പറ്റുന്നത്, ആർക്കാണ് പറ്റാത്തത് എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവസാനം വരെ കേട്ടു നോക്കുക. അല്ലാഹു തആല സത്യമായി മനസ്സിലാക്കിയതിനെ പിന്തുടരാനും തെറ്റിനെ തെറ്റായി മനസ്സിലാക്കി പിന്തിരിയാനും റബ്ബ് നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരതിയായ പടച്ച റബ്ബ് നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നിരവധി ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവിധ ഖൈറും സമാധാനവും റാഹത്തും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, നമുക്ക് വേണ്ടി ദുആരക്കുന്നവരുണ്ട്. അള്ളാഹു തആല നമ്മുടെ ഈ സ്നേഹബന്ധം നാളെ സ്വർഗ്ഗത്തിലും നിലനിർത്തി തരുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻ്റായിട്ട് നിരവധി ആളുകളാണ് ഉസ്താദേ പല പ്രയാസങ്ങളാണ്, പ്രശ്നങ്ങളാണെന്ന് പറയുന്നത്. അല്ലാഹു തആല എല്ലാവരുടെയും കാര്യത്തിൽ എല്ലാവിധ ബറക്കത്തും ഖൈറും കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ ഏകദേശം ഒരു വർഷത്തിൽ അധികമായി നമ്മുടെ ഈ ചാനലിൽ, അർഷദ് ബദ്രി ഒഫീഷ്യൽ എന്ന ചാനലിൽ നമ്മൾ ബ്യൂട്ടി ടിപ്സ്, അതായത് ബ്യൂട്ടി പാർലറിൽ പോകാമോ, അതുപോലെ തന്നെ പിരികം അത് പ്ലക്ക് ചെയ്യാമോ, അതുപോലെ സ്ത്രീകൾക്ക് ഐലൈനർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അതൊക്കെ വരക്കാമോ എന്നൊക്കെ പറഞ്ഞ്, ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാമോ, ലിപ്സ്റ്റിക്ക് തേക്കാമോ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ മസാലകൾ ചർച്ച ചെയ്തിരുന്ന ഒരു വീഡിയോ നമ്മൾ ഇറക്കിയിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വർഷം മുമ്പാണെന്ന്. ഒരുപാട് പേര് കണ്ടതാണ്, ഒരുപാട് പേർക്ക് കാര്യങ്ങൾ മനസ്സിലായി. പലർക്കും എന്നിട്ടും സംശയങ്ങൾ തീരാതെ പലരും ചോദിച്ചിരുന്നു, നേരിട്ട് കണ്ട് ചോദിച്ചവരുണ്ട്, ഫോൺ വിളിച്ച് ചോദിച്ചവരുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ ആ ഒരു വീഡിയോയുടെ ഒരു തുടർച്ചയെന്നോണം കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുകയാണ്. ഇപ്പോൾ നമ്മുടെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഒരേപോലെ വളരെയധികം കെയർ ചെയ്യുന്ന, വളരെയധികം ശ്രദ്ധിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ഒരു ഭാഗമാണ് നമ്മുടെ മുടി എന്നുള്ളത് അല്ലേ, നമ്മുടെ തലമുടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുടി ഉണ്ടായിരുന്നു. നബിതങ്ങളുടെ മുടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുറകിലേക്ക് ഇങ്ങനെ ഈരി നമ്മുടെ ഈ ചെവിയുടെ താഴെ വരെ ഇങ്ങനെ ഒരേ രൂപത്തിൽ ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ നബിതങ്ങൾ ഒരേ രൂപത്തിൽ വെട്ടുമായിരുന്നു. ഒന്നുകിൽ ഒരേ രൂപത്തിൽ വെട്ടും, അല്ലെങ്കിൽ മുടി ഇങ്ങനെ താഴേക്ക് വളർത്തുമായിരുന്നു. അതാണ് സുന്നത്തായിട്ടുള്ള രൂപം. മാത്രമല്ല നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയെങ്കിലൊക്കെ യാത്ര പോകുമ്പോൾ ചില വസ്തുക്കൾ കൂടെ കൊണ്ട്, ഒന്ന് ചെറിയൊരു കണ്ണാടി എപ്പോഴും നബിതങ്ങളുടെ കൂടെ ഉണ്ടാവും. യാത്രയൊക്കെ പോകുമ്പോൾ ഒരു കണ്ണാടി ഉണ്ടാവും, ഒരു ചെറിയ കുപ്പി എണ്ണ ഉണ്ടാകും, ഒരു ചീപ്പ് ഉണ്ടാകും, ഒരു ചെറിയ കുപ്പി അത്തർ ഉണ്ടാകും, സുർമ ഉണ്ടാകും, മിസ്വാക്ക് ഉണ്ടാകും. നമ്മളൊക്കെ ഒരു യാത്ര പോകുന്ന സമയത്ത് നമ്മളൊക്കെ ഇത് കൊണ്ടുപോലെ പ്രത്യേകം സുന്നത്താണ്. ഒന്ന് ഒരു ചെറിയ കണ്ണാടി. ഇപ്പോൾ നമുക്ക് നോക്കട്ടെ, ഇപ്പോൾ ഫോണിൽ തന്നെ നമ്മൾ ഫ്രണ്ട് ക്യാമറ നോക്കിയാൽ നമുക്ക് നമ്മുടെ മുഖം കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എണ്ണ, ചെറിയ ഒരു കുപ്പി എണ്ണ. എന്തിനാണ്? അത് തലയിലും താടിയിലേക്ക് നബിതങ്ങൾക്ക് തേച്ച് മിനുക്കിയെടുക്കാൻ വേണ്ടിയായിരുന്നു. പിന്നെ ഒരു മുടിയിരാനൊക്കെ ഒരു ചീപ്പ്, പിന്നെ ഒരു സുഗന്ധം ചെറിയൊരു അത്തർ അത് നബിതങ്ങൾ എപ്പോഴും കരുതുമായിരുന്നു. പിന്നെ കണ്ണിലെഴുതുന്ന സുറുമ, പിന്നെ പല്ലേക്കുന്ന മിസ്വാക്ക്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബിതങ്ങളുടെ ബ്യൂട്ടി കിറ്റിലുണ്ടായിരുന്നത്. ഇതാണ്. ഇതിപ്പോൾ പല സോഷ്യൽ മീഡിയ താരങ്ങളും
പല സിനിമ നടിമാരും ഒക്കെ വന്നിട്ട് ഷോയിലൊക്കെ ഇരുന്നിട്ട് എൻ്റെ ബാഗിൽ ഇതാണ് കേട്ടോ, എൻ്റെ ബാഗിൽ അതാണെന്നൊക്കെ പറഞ്ഞ് പല ഷോകൾ കാണിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പോകുമ്പോൾ നബിതങ്ങളുടെ ആ ഒരു ബ്യൂട്ടി കിറ്റിലുണ്ടായിരുന്നത് ഈ സാധനങ്ങളാണെന്നാണ്. മൻ കാന ലഹു ശഅറുൻ ഫൽ യുക്രിംഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാൾക്ക് അല്ലാഹു തആല മുടി കൊടുത്തിട്ടുണ്ടെങ്കിൽ, മുടി ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെ അല്ലല്ലോ അല്ലേ. ചില ആളുകൾക്ക് മുടി നല്ല മുടിയായിരിക്കും, ചില ആളുകൾക്ക് ചുരുണ്ട മുടിയാവും, ചില ആളുകൾക്ക് ഈ കഷണ്ടി എന്ന് പറയില്ല, ഈ ഭാഗത്ത് മുടി ഉണ്ടാവില്ല, ചിലപ്പോൾ പുറകിലുണ്ടാവില്ല, ചില ആൾക്ക് തീരെ മുടി ഉണ്ടാവില്ല, ചില ആൾക്ക് ഭയങ്കര മുടിയായിരിക്കും. അങ്ങനെ പല രൂപത്തിലാണ് അല്ലാഹു തആല പലർക്കും മുടി കൊടുക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് അല്ലാഹു തആല മുടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫൽ യുക്രിംഹു, അതിനെ അവൻ ബഹുമാനിച്ചു കൊള്ളട്ടെ എന്നാണ്. അതിനെ അവൻ പരിഗണിച്ചു കൊള്ളട്ടെ, ബഹുമാനിച്ചു കൊള്ളട്ടെ. അതായത് അള്ളാഹു തന്ന മുടി അത് ഒരു നല്ല പോലെയൊക്കെ ഈരി ഒതുക്കി, താടിയൊക്കെ ഒന്ന് ഈരി ഒതുക്കി വെക്കണം. അത് പുരുഷന്മാരും ചെയ്യണം, സ്ത്രീകളും ചെയ്യണം. സ്ത്രീകൾ എപ്പോഴും ഈ മുടി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി വെക്കുക, അതെപ്പോഴും അങ്ങനെ തന്നെയല്ല. കുളിക്കുന്നതിന് മുമ്പ് നല്ല എണ്ണയൊക്കെ തേച്ചിട്ട് അതൊന്ന് മുടി വാരുക, മുടി ഈരുക എന്നൊക്കെ പറയൂലേ. എന്നിട്ട് ചട കളയുക, ഈ ചടച്ച് ഇങ്ങനെ കെട്ടുകളായി അതൊക്കെ ഒന്ന് കളയുക. അതൊക്കെ പ്രത്യേകം സുന്നത്താണെന്ന് മനസ്സിലാക്കുക. അത് നമ്മുടെ മുടി സംരക്ഷണം എന്ന് പറഞ്ഞാൽ അത് സുന്നത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു എന്നാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അമാ യുഹിബ്ബു ഹാദാ മാ യുസ്കിനു ബിഹി ശഅറു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബിയോട് ചോദിച്ചതാണ്. ഒരു സ്വഹാബി ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ചടപിടിച്ച് ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നു, ഇന്ന് ഈരി വെക്കുന്നില്ല. അപ്പോഴാണ് നബി തങ്ങൾ ചോദിച്ചത്, നീ ഇങ്ങനെ നടന്ന ആരെങ്കിലും നിന്നെ ഇഷ്ടപ്പെടുമോ എന്ന് നബി തങ്ങൾ പച്ചക്ക് ചോദിച്ചു എന്നാണ്. അത് മുടിയൊക്കെ ഒന്ന് ഈരി വെക്കുക, അത് പ്രത്യേകം സുന്നത്താണ്. ഇനി ഈ മുടിയുടെ ചർച്ച നമ്മൾ പറയുമ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയമാണ്, ഉസ്താദെ ഇപ്പം ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുക, അത് പെണ്ണാവട്ടെ ആണാവട്ടെ, ഭയങ്കര ഹെയർ കെയറിങ് ആണ് ഇപ്പോൾ എല്ലാവരും അല്ലേ, ഹെയർ കെയറിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വെപ്പുമുടി വെക്കുന്നവരുണ്ട്. വെപ്പുമുടി അതായത് വിഗ് ചിലപ്പോൾ അത് സ്വന്തം മുടിയാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ മുടിയാവാം, മറ്റുള്ളവരുടെ മുടി. ഇപ്പോൾ ഡൊണേഷൻ ചെയ്യാറുണ്ടല്ലോ അല്ലേ, ഹെയർ ഡൊണേഷൻ ചെയ്യാറുണ്ട്, ക്യാൻസർ രോഗികൾക്ക് കൊടുക്കുന്നു. പലരും ചോദിച്ചു അങ്ങനെ കൊടുക്കാമോ എന്നൊക്കെ, അതിന് ഉത്തരം വരുന്നു. അപ്പോൾ ഈ കഷണ്ടിയായ ആളുകൾ പലരും എന്ത് ചെയ്യുന്നു, വെപ്പുമുടി വെക്കുന്നു, വിഗ് വെക്കാറുണ്ട്. അതിൽ സ്വന്തം മുടി തന്നെ, രോമങ്ങൾ തന്നെ വെച്ച് പിടിപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളുടെ രോമങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കും, അങ്ങനെ ചെയ്യാറുണ്ട്. പരിശുദ്ധമായ ഇസ്ലാമിൽ ആ ഒരു സംഗതി പാടില്ല, തീർത്ത് പറയാം, പാടില്ല. ഞാനിത് പറയുന്നത് ഇസ്ലാമിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകളോടാണ്. ഇതിൻ്റെ മസ്അല എന്താണ് ഉസ്താദെ, ഇസ്ലാമിക മാനം എന്താണെന്ന് അറിയാൻ ആഗ്രഹമുള്ളവരോടാണ് ഞാൻ ഈ പറയുന്നത്. ഇനിയിപ്പോൾ ഇസ്ലാമിൽ അങ്ങനെ ഞങ്ങൾ ചെയ്യും എന്നാണെങ്കിൽ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ചില ആൾക്കാരുടെ അങ്ങനെ ഇപ്പോൾ നമ്മൾ അത് പാടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ചെയ്യും, ഇപ്പം എന്താ കുഴപ്പം. ഇപ്പം നമ്മൾ നായയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 100,000-ലധികം ആളുകൾ അത് കണ്ടു. നായ വളർത്താൻ പറ്റുമോ, നായ സിറ്റൗട്ടിൽ കയറിയാൽ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ. അതിൻ്റെ താഴെ ഒരുപാട് പേര് മൊയ്ലിയാക്കന്മാർ നിൽക്കും, വേറെ പണിയില്ല, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മനുഷ്യരോട് ഇണങ്ങുന്ന ജീവിയാണ് നായ, ആ നായ തൊട്ട 7 വട്ടം കഴുകണം, എന്താണ് നിയമം, എന്ത് ഇസ്ലാം എന്നൊക്കെ ആയിക്കോട്ടെ. ഞാനാ പറഞ്ഞത് എല്ലാവരും, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളോടുമല്ല. ഞാനത് പറഞ്ഞത് മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ഈമാൻ അനുസരിച്ച് ജീവിക്കുന്ന, ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ താല്പര്യമുള്ള ആളുകളോടാണ് പറഞ്ഞത്. അവർക്കതെടുക്കാം, എടുക്കണ്ടാത്തവർക്ക് എടുക്കണ്ട, അത്രേ ഉള്ളൂ. അതിൻ്റെ പുറകെ പിടിച്ച് വാലെ തൂങ്ങി അതങ്ങനെ വിമർശിച്ച് ട്രോളിറക്കി വലിയ കാര്യമുണ്ടോ? വെറുതെ സമയം കളയാന്നല്ലേ. ഞാനീ പറയുന്നത് എൻ്റെ മുന്നിലിരിക്കുന്ന ദീനനുസരിച്ച് ജീവിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ഉമ്മച്ചിമാരുണ്ട്, ഒരുപാട് വാപ്പമാരുണ്ട്, സഹോദരിമാരുണ്ട്, അവരോടാണ്. അവർക്കിത് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം അല്ലേ, വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ എൻ്റെ കടമ പറയുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, വെപ്പുമുടിയോ അല്ലെങ്കിൽ മുടി വെച്ച് പിടിപ്പിക്കലോ അത് ഇസ്ലാമിൽ പാടില്ല. അതാണ് നിയമം, ദീനിൻ്റെ നിയമം അതാണ്. പിന്നെ ഈ ക്യാൻസർ രോഗികൾക്ക് കൊടുക്കാമോ, മുടി ദാനം ചെയ്യാമോ? നമുക്ക് നമ്മുടെ മുടി തന്നെ വെച്ച് പിടിപ്പിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ നമ്മുടെ മുടി മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ക്യാൻസർ രോഗികൾക്ക് മുടി ദാനം ചെയ്യുന്ന പരിപാടി ഇസ്ലാം അനുവദിക്കുന്നില്ല. ക്യാൻസർ രോഗികൾക്ക് വേറെ എന്ത് സഹായം ചെയ്യാം അല്ലേ, അവർക്ക് വേണ്ടിയുള്ള ഗുളികകൾ വാങ്ങാനും മറ്റു കാര്യങ്ങൾക്കെല്ലാം സഹായിക്കാം, ഒരു കുഴപ്പമില്ല. അള്ളാഹുവിൻ്റെ ഭാഗത്ത് വലിയ കൂലി കിട്ടും. ഈ മുടി ദാനം ചെയ്യുക, ആ പരിപാടി ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത്രേ ഉള്ളൂ. ഈ പറഞ്ഞത് എടുക്കേണ്ടവർക്ക് എടുക്കാം, എടുക്കണ്ടാത്തവർക്ക് എടുക്കണ്ട, അത്രേ ഉള്ളൂ. ബസ് തീർന്നു.
ഇനി അടുത്തത് വെപ്പുമുടി. അത് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി വനിത ചെന്നു. നബിയെ, എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അവളുടെക്ക് ചൊറി രോഗം തലക്കുണ്ട്, അപ്പോൾ മുടി ഇങ്ങനെ കൊഴിയുകയാണ്, അപ്പോൾ അവൾക്ക് ഈ വെപ്പുമുടി വെക്കാൻ പറ്റുമോ എന്ന് നബി തങ്ങളോട് ഒരു സ്വഹാബി വനിത വന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ലഅനല്ലാഹു വാസിലത്ത വൽ മൗസൂലത്ത എന്നാണ്. ഔ കമാ ഖാല റസൂലുള്ളാഹ്, മുടി വെച്ച് പിടിപ്പിക്കുന്നവരെയും അത് വെച്ച് പിടിപ്പിക്കാൻ ആവശ്യപ്പെടുന്നവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു, അതുകൊണ്ട് ആ പരിപാടി വേണ്ട എന്നാണ് നബി തങ്ങൾ അന്ന് അവർക്ക് മറുപടി കൊടുത്തത്. ഇനി പല സംശയങ്ങൾ വേറെയുമുണ്ട്. രാത്രി മുടി ഈരാമോ? അതാണ് മറ്റൊരു സംശയം. രാത്രി മുടി ഈരുക എന്നത് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമായിട്ട് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് രാത്രി മുടി ഈരുക എന്നുള്ളത് ഒഴിവാക്കലാണ് നല്ലത്. ഇനി ഏതെങ്കിലും ഒരു നിർബന്ധ സാഹചര്യത്തിൽ അങ്ങനെ ഈരേണ്ടി വന്നു എന്ന് വെച്ച് കുഴപ്പമില്ല, അത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കലാണ് നല്ലത്. ഇനി മറ്റൊരു സംശയം, മുടി കറുപ്പിക്കുക എന്നുള്ളത് പാടില്ല. അത് നമുക്കറിയാലോ, മുടി കറുപ്പിക്കാൻ പാടില്ല ഇസ്ലാമിൽ. അത് നമ്മളൊക്കെ മദ്രസ തൊട്ടേ പഠിച്ചതാണ്, നമുക്കറിയാവുന്നതാണ്. പക്ഷേ മുടി കറുപ്പിക്കുന്നില്ല. ഇപ്പോൾ പല കളറാണ്, ചുവപ്പിക്കുന്നു, മഞ്ഞപ്പിക്കുന്നു, ചിലപ്പോൾ നീല കളറ്, അല്ലേ, ചിലപ്പോൾ റെഡ് കളറ്. ഇപ്പോൾ പല ഫാഷനുകളാണ്. ഇപ്പോൾ സ്ത്രീകൾ തന്നെ മുടിയുടെ ഈ നടുഭാഗം പുറകിലേക്ക് എന്ത് ചെയ്യുന്നു, ചുവപ്പ് കളറ്. ചില പുരുഷന്മാർ ചില യുവാക്കൾ അവരിങ്ങനെ മുടി ഇങ്ങനെ ഈരി വെച്ച ഒരു സൈഡ് ഭാഗം ഒരു പച്ച കളറോ അല്ലെങ്കിൽ നീല കളറോ അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാമോ? കറുപ്പിക്കാൻ പാടില്ല, അത് ഓക്കെ. മറ്റ് നിറങ്ങൾ കൊടുക്കാമോ? ഇസ്ലാം അനുവദിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ അവിടെ ഒരു കൈതുണ്ട്. മറ്റ് നിറങ്ങൾ കൊടുക്കുമ്പോഴും മൈലാഞ്ചി അരച്ച് തലയിൽ പറ്റലാണ് നല്ലത്. വേറെ ഏതെങ്കിലും നിറം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് മൈലാഞ്ചി അരച്ച് ചേർക്കൽ അത് സുന്നത്താണ്. സുന്നത്ത് കിട്ടണമെങ്കിൽ മൈലാഞ്ചി അരച്ച് ചേർക്കലാണ്. ഇനിയിപ്പോൾ ഒരാൾക്ക് ഏതെങ്കിലും ഒരു മഞ്ഞ കളറോ പച്ച കളറോ ഒക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത്, നമ്മൾ ആ മഞ്ഞ കളറും പച്ച കളറും നമ്മുടെ മുടിക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ തേക്കുന്ന ആ വസ്തു അത് നമ്മുടെ മുടിയിൽ വെള്ളം ചേരുന്നതിന് തടയുന്നതാണെങ്കിൽ പാടില്ല. അതാണ്, വെള്ളം ചേരുന്നതിനെ തടയുന്നതാണെങ്കിൽ പാടില്ല. ചോദിക്കുക അയാളോട്, എടോ ഇത് നമ്മൾ മുടിയിൽ തേച്ച വെള്ളം ചേരുമോ? മുടിയിൽ വെള്ളം ചേരുമോ? മുടിയിൽ വെള്ളമൊന്നും ചേരൂല, അങ്ങനെയാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. വെള്ളം ചേരും കുഴപ്പമൊന്നുമില്ല, ഇത് നമ്മൾ സാധാ ഒരു ഷാമ്പു പോലെയാണ് അല്ലെങ്കിൽ ഒരു മൈലാഞ്ചി പോലെയാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയാണോ എന്ന് അവരോട് ചോദിക്കേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും, അത് നോക്കണം. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്ത ഒരു ഭാഗത്തേക്ക് ഞാൻ പോകുന്നു. അതായത് ഒരുപാട് പേർക്കുള്ള സംശയമാണ്, ഉസ്താദെ മുടി കറുപ്പിക്കാമോ, വെപ്പുമുടി വെക്കാമോ, ലിപ്സ്റ്റിക് ചുണ്ടിൽ ലിപ്സ്റ്റിക് തേക്കാമോ, പുരികം പ്ലക്ക് ചെയ്യാമോ? ഇതിൻ്റെയൊക്കെ മൊത്തത്തിൽ മറുപടി എന്താണ്? ഇതൊന്നും പാടില്ല എന്നാണ്. എന്നാൽ ഒരു പെണ്ണിന് അവളുടെ ഭർത്താവ് അനുവാദം കൊടുത്താൽ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം ഭർത്താവിന് ഇഷ്ടമാണ് എങ്കിൽ ആ പെണ്ണിന് ഈ 4 കാര്യവും ചെയ്യാം. ഏതൊക്കെയാണ്? മുടി കറുപ്പിക്കാം, വെപ്പുമുടി വെക്കാം, ലിപ്സ്റ്റിക്ക് തേക്കാം, പുരികമൊക്കെ പ്ലക്ക് ചെയ്യാം. അതായത് ഒരു സൗന്ദര്യ രൂപത്തിൽ നിൽക്കാൻ പറ്റും. ഏത് പെണ്ണിന്? കല്യാണം കഴിക്കാത്ത പെണ്ണിനല്ല, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അനുവാദം ഇല്ലാത്ത പെണ്ണിനല്ല. കല്യാണം കഴിഞ്ഞാൽ ഈ ഭർത്താവിൻ്റെ അനുവാദം ഉള്ള, അല്ലെങ്കിൽ ഭർത്താവ് പറയുവാണ്, എടീ മുടിയൊക്കെ ഒന്ന് നരച്ചല്ലോ, നീ ഒന്ന് കറുപ്പിക്ക് എന്ന് പറഞ്ഞാൽ ആ പെണ്ണിന് മുടി കറുപ്പിക്കാം. അല്ലെങ്കിൽ മുടിയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോവാൻ, എടീ ഒരു വെപ്പുമുടി നമുക്ക് വെച്ചാലോ എന്ന് പറയുകയാണെങ്കിൽ അവർക്കത് ചെയ്യാം. ഇത് ഷർവാനി എന്ന കിതാബിലും അതുപോലെ തന്നെ മൻഹജുൽ കവീം എന്ന കിതാബിലും തുഹ്ഫയിലൊക്കെ നമുക്കിത് കാണാൻ പറ്റും. പലരും ചോദിച്ചു അങ്ങനെയൊക്കെ പറ്റുമോ? മൊത്തത്തിൽ പറഞ്ഞാൽ പറ്റില്ല. പക്ഷേ പറ്റും. ആർക്ക്? ഈ ഭർത്താവിൻ്റെ സമ്മതമുണ്ടെങ്കിൽ, ഭർത്താവിൻ്റെ അനുവാദമുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് പറ്റും. പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മുടി കറുപ്പിക്കാമോ? കറുപ്പിക്കാൻ പറ്റും. ആർക്ക്? ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ അനുവാദമുണ്ടെങ്കിൽ. പക്ഷേ ആ കറുപ്പിക്കുന്ന വസ്തു എന്താവരുത്? വെള്ളം ചേരുന്നതിനെ തടയുന്നതാവരുത്. വെള്ളം ചേരാൻ പറ്റുന്നതാണെങ്കിൽ, വെള്ളം ചേരുമെങ്കിൽ ആ വസ്തു ഉപയോഗിക്കാം. അല്ലെങ്കിൽ പിന്നെ മൈലാഞ്ചിയോ വേറെ ഏതെങ്കിലും തേക്കണം. നമ്മൾ മുടി കറുപ്പിക്കുമ്പോൾ പെണ്ണെന്ത് ചെയ്യണം? പെണ്ണ് പ്രത്യേകം മനസ്സിലാക്കണം. ഞാൻ ഈ തലയിൽ തേക്കുന്ന ഈ കറുപ്പ് വസ്തു അത് വെള്ളം ചേരും, കുഴപ്പമില്ല എങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ജനാബത്ത് കുളിയും അശുദ്ധിയുടെ കുളിയും അല്ലെങ്കിൽ മരണപ്പെട്ടാൽ മയ്യത്ത് കുളി ഒന്നും ശരിയാവില്ല. അപ്പോൾ കറുപ്പിക്കുകയാണെങ്കിൽ തന്നെ എന്ത് വേണം? ഇതാർക്കാണ്? എല്ലാവർക്കുമല്ല. ഭർത്താവിൻ്റെ അനുവാദമുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് മാത്രം, ബസ് അവർക്ക് മാത്രം. ഇത് കിതാബിൽ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉണർത്തി തരുകയാണ്. അപ്പോൾ അത് മുടി കറുപ്പിക്കുമ്പോൾ എന്താവണം? നമ്മുടെ വുളു എടുക്കുന്ന വെള്ളം
അല്ലെങ്കിൽ തലയിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം മുടിയിൽ ചേരണം. വെള്ളം ചേരുന്നതിനെ തടയുന്നതാണെങ്കിൽ നമ്മൾ തേക്കാൻ പാടില്ല. അതുപോലെ തന്നെ വെപ്പുമുടി വെക്കുന്ന കാര്യം പറയുമ്പോഴും നജസായ ജീവിയുടെ, ഇപ്പോൾ നജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കാത്ത ജീവി ഉണ്ടല്ലോ, പട്ടി, അതുപോലെ പൂച്ച, അതുപോലെ തന്നെ കാട്ടുപന്നി, അങ്ങനെ ചില ജീവികൾ നമ്മൾ കഴിക്കൂല. സിംഹം, പുലി, അതൊന്നും നമ്മൾ അതിൻ്റെ ഇറച്ചി നമ്മൾ കഴിക്കൂല. അപ്പം അതിൻ്റെ രോമം കൊണ്ടല്ല, അല്ലാതെ ഇപ്പോൾ ആട്, പശു, അങ്ങനെയൊക്കെ ചില നമ്മൾ കഴിക്കുന്ന ഇറച്ചി ഒട്ടകം, അതിൻ്റെയൊക്കെ ഇറച്ചി നമ്മൾ കഴിക്കൂലേ, അങ്ങനത്തെ ജീവിയുടെ രോമം കൊണ്ടുണ്ടാക്കിയ ചില വെപ്പുമുടികൾ ഉണ്ടാകും. അത് നമുക്ക് ധരിക്കാം. ആർക്ക് അത് ഇവിടെ പറയുന്നുണ്ട്, ഭർത്താവിൻ്റെ അനുവാദമുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ധരിക്കാം. അപ്പോൾ അങ്ങനെ ധരിക്കുമ്പോൾ തന്നെ അത് ഫിക്സഡ് ആക്കി വെക്കരുത്. അതിപ്പോൾ ഊരിയെടുക്കാൻ പറ്റും. ഉളു എടുക്കുമ്പോൾ അല്ലെങ്കിൽ ശുദ്ധിയുടെ വലിയ കുളി കുളിക്കുമ്പോഴൊക്കെ അത് ഊരി മാറ്റാൻ പറ്റുമെങ്കിൽ അത്തരത്തിലുള്ള വെപ്പുമുടി വെക്കാം, അല്ലെങ്കിൽ വെക്കാൻ പാടില്ല. പിന്നെ ലിപ്സ്റ്റിക്ക് തേക്കാമോ? പലരും ചോദിച്ചു. തേക്കാം, അതിനിപ്പോൾ എന്താ? ലിപ്സ്റ്റിക്ക് തേച്ചിട്ട് നിസ്കാരം ശരിയാവാതിരിക്കുന്നില്ല, നിസ്കാരം ശരിയാകും. പക്ഷേ വുളുവിനെ തടയുന്നതാവരുത്. വെള്ളം നമ്മൾ വായിലൊക്കെ മോൻ കഴുകുമ്പോൾ, വായ കഴുകുമ്പോൾ വെള്ളം ചേരുന്നതാവണം. പിന്നെ ഇവിടെ എടുത്തു പറയുന്നു, അപ്പം അങ്ങനെയാണെങ്കിൽ ഭർത്താവിന് അനുവാദമുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്ക് തേച്ചിട്ട് പുറത്തു പോകുമ്പോൾ അന്യ ആണുങ്ങൾ കാണൂല്ലേ? ആണുങ്ങൾ കാണും. അപ്പം അത് ചെയ്യാൻ പാടില്ല. എടോ, ഭർത്താവിൻ്റെ അനുവാദമുണ്ടെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക്ക് തേക്കാമെന്ന് പറഞ്ഞു ഭാര്യമാർക്ക്. പക്ഷെ അത് ഭർത്താവിൻ്റെ മുന്നിൽ മാത്രമാണ്. അതും വെച്ചുകൊണ്ട് പുറത്ത്, ആ ഭർത്താവിന് ഇഷ്ടമാണ്, അതുകൊണ്ട് ഇക്കാടെ കൂടെ ഞാൻ പുറത്തു പോകുന്നു, അത് പറ്റൂല. ഭർത്താവിൻ്റെ മുന്നിൽ മാത്രമേ ലിപ്സ്റ്റിക്ക് ഇടാം. ഇപ്പം പുരികം ത്രെഡ് ചെയ്യുക എന്ന് പറഞ്ഞു, അത് ഇസ്ലാമിൽ ഹറാമാണ്, പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതാണ് പൊതു നിയമം. പക്ഷേ ഭർത്താവിൻ്റെ അനുവാദമുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ചെയ്യാം. ഭർത്താവിൻ്റെ സമ്മതമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ ആ പുരികം പ്ലക്ക് ചെയ്തത് എല്ലാവരും കാണിക്കാൻ വേണ്ടി പുറത്തിറങ്ങി നടക്കരുത്. അത് ഭർത്താവിൻ്റെ മുന്നിൽ മാത്രമാണ്. അങ്ങനെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ പറ്റൂ, ഇല്ലെങ്കിൽ പരിപാടിക്ക് നിൽക്കരുത്. ഇതാണ് ഇസ്ലാമിൻ്റെ നിയമം. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുകയാണ്. പിന്നെ 1-2 കാര്യങ്ങൾ കൂടി ഈ കൂട്ടത്തിൽ ഉണർത്തുകയാണ്. ഈ സ്ത്രീകൾക്ക് തല മൊട്ടയടിക്കുക എന്ന് പറയില്ല, തല മുണ്ഡനം ചെയ്യുക, അത് കറാഹത്താണ്. കാരണം പെണ്ണെന്ന് പറയുമ്പോൾ അവൾക്ക് മുടി ഉണ്ടാവുക, അതാണ് അവരുടെ അഴക്. എന്തെങ്കിലും രോഗം കാരണം എന്തെങ്കിലും ഒരു സർജറി നടക്കുന്നു, അപ്പോൾ മുടി മുണ്ഡനം ചെയ്തു, അതല്ലാതെ വെറുതെ ഒരു തോന്നൽ മുടി മൊട്ടയടിക്കണം, മുടി ഫുള്ള് വടിക്കണം, അങ്ങനെ ഒരു പെണ്ണ് ചെയ്യാൻ പാടില്ല. അത് ഇസ്ലാം വിലക്കിയ ഒരു കാര്യമാണ്. പിന്നെ ആണാവട്ടെ പെണ്ണാവട്ടെ മുടി ഈരുന്ന സമയത്ത് 1-2 സുന്നത്തുണ്ട്. മുടി ഈരുമ്പോൾ വലതുഭാഗത്തേക്ക് ആദ്യം ഈരുക, അല്ലേ? ഇടതു നിന്നും വലതു ഭാഗത്തേക്ക് ആദ്യം മുടിയിരിക്കുക, അതൊരു സുന്നത്താണ്. ചില ആൾക്കാർ ചിലപ്പോൾ ഇടതു നിന്നും വലതു ഭാഗത്തേക്കായിരിക്കും അവർക്ക് വശം, അങ്ങനെയായിരിക്കും അവർ പണ്ട് മുതലേ ശീലിച്ചത്. ആയിക്കോട്ടെ, എന്നാലും സുന്നത്ത് കിട്ടാൻ വേണ്ടി ആദ്യം ഒന്ന് വലതു ഭാഗത്തേക്ക് ഈരി, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് ഈരി തുടങ്ങാം കേട്ടോ. അതുപോലെ തന്നെ ഈ കണ്ണാടി നോക്കിയായിരിക്കുമല്ലോ നമ്മളൊക്കെ മുടിയിരുന്നത്. ആ സമയത്തൊരു ദുആയുണ്ട്, നമുക്കറിയാമല്ലോ ഒരു ദുആ, അല്ലാഹുമ്മ ഹസ്സിൻ ഖുൽക്കി കമാ ഹസ്സൻത ഖൽക്കി. ഈ ദുആ തന്നെ പല രൂപത്തിലും വന്നിട്ടുണ്ട്, ഏത് പറഞ്ഞാലും കുഴപ്പമില്ല. അല്ലാഹുമ്മ ഹസ്സിൻ ഖുൽക്കി കമാ ഹസ്സൻത ഖൽക്കി. അല്ലാഹു എൻ്റെ സ്വഭാവം നന്നാക്കി തരണം, എൻ്റെ സൃഷ്ടിപ്പ് നന്നാക്കിയതുപോലെ എന്നൊരു ദുആയുണ്ട്. ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ ഹസ്സിൻ ഖുൽക്കി കമാ ഹസ്സൻത ഖൽക്കി എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ ആർത്തവകാരിയുടെ മുടി, അതുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ട്. ആർത്തവകാരി അവർ മുടി എന്താണ് ചെയ്യേണ്ടത്? ഇന്നിപ്പോൾ പലരും ജനാപത്തുകാരിയായാൽ അവരൊക്കെ, അല്ലെങ്കിൽ ഹൈലുകാരി, അവരെന്താ ചെയ്യാറ്? ആ ഹൈലിൻ്റെ സമയത്ത്, പീരീഡിൻ്റെ സമയത്ത് കൊഴിഞ്ഞു പോകുന്ന മുടിയൊക്കെ എടുത്ത് കൂട്ടി വെക്കും, അല്ലേ? അങ്ങനെ കൂട്ടി വെക്കാറുണ്ട്, എടുത്തു വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അവർ കുളിക്കുന്ന സമയത്ത്, വലിയ കുളിക്കുന്ന സമയത്ത് നിയ്യത്ത് വെച്ച് ആ മുടിയും കൂടി കഴുകി ഉപേക്ഷിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. സാധാരണ ചെയ്യേണ്ടത് എന്തെന്നറിയോ? മെൻസസ്സുകാരിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ 7 ദിവസം അല്ലെങ്കിൽ 6 ദിവസം എത്രയാണോ ആ ദിവസത്തിൻ്റെ ഇടയിൽ മുടി കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അറിയാതെ നഖം വെട്ടും, നഖം ഇങ്ങനെ നീണ്ടിരിക്കുകയാണ്, അത് ബുദ്ധിമുട്ടാകുന്നു, ഇനി വെട്ടി എന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ ആ സമയത്ത് അല്ലെങ്കിൽ കൊഴിഞ്ഞു പോയ നഖം, അതൊക്കെ എന്താണ്? നമ്മൾ അപ്പം തന്നെ എടുത്ത് കുഴിച്ചിടുകയാണ് വേണ്ടത്. അല്ലാതെ അതെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് അത് പിന്നെ വലിയ കുളിക്കുമ്പോൾ അത് നീയത്ത് വെച്ച് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ഈ ഒരു മെൻസസിൻ്റെ സമയത്ത് കൊഴിഞ്ഞു പോകുന്ന മുടി എന്ത് ചെയ്യണം? അത് നിങ്ങൾ എന്ത് ചെയ്യുക? സാധാരണ മുടി നിങ്ങൾ കുഴിച്ചിടണം, അത് നിർബന്ധമാണ്. അത് സമയത്ത് നിങ്ങൾ എന്താ കുഴിച്ചിടുക, അതാണ് ചെയ്യേണ്ടത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ മെൻസസ് ആവാൻ ഏകദേശം സമയമൊക്കെ വരുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? നഖവും അതുപോലെ ഗുഹ്യരോമവും കക്ഷത്തിൻ്റെ രോമവും ഒക്കെ വടിച്ച് വൃത്തിയാക്കി വെക്കൽ പ്രത്യേകം നല്ലതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് നല്ലതായി മനസ്സിലാക്കി അതിനെ പിന്തുടരാനും തെറ്റിനെ തെറ്റായി മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിയാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനിയുണ്ടാകും സംശയങ്ങൾ, ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരു വിഷയം നമ്മളോർക്കും ഇപ്പം തീർന്നു, എവിടെ
അതിങ്ങനെ സംശയം ഒരുപാടുണ്ടാവും. നല്ലതാണ്, സംശയങ്ങൾ നല്ലതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ സംശയങ്ങൾ തീർത്തു പോവാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം. പറ്റുന്നതുപോലെ ചിലപ്പോൾ കമൻറ്റിൽ തന്നെ മറുപടി തന്നോളണമെന്നില്ല. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നത് കേൾക്കുന്നതുമായ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാക്കി അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമുക്ക് എല്ലാവിധത്തിലുള്ള ബർക്കത്തും ജീവിതത്തിൽ നൽകട്ടെ. ഇസ്ലാം അനുസരിച്ച്, ദീനനുസരിച്ച് ജീവിക്കാൻ, അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരണപ്പെടാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും വലിയ മഹാഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ പഠിക്കട്ടെ. റബ്ബ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.